ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/11/1982 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവോണ നക്ഷത്രമാണ്, ദേവഗണത്തിലുള്ള നക്ഷത്രമാണ്, പുരുഷജാതകവുമാണ്. ശുക്രലഗ്നം, ലഗ്നത്തിൽ ഗുരു, ശനി, 2-ൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, 3-ൽ കുജൻ, കേതു, 4-ൽ ചന്ദ്രൻ, 5, 6, 7, 8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ ഭാഗ്യസ്ഥാനത്ത് രാഹു, 10-ൽ ഗുളികൻ, 11, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, ലഗ്നത്തിൽ ഗുരു, ശനി, വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധമായി മാത്രം ജീവിതത്തെ നേരിടുന്ന, എല്ലാവരോടും ഇടപെടാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വിവാഹം എന്ന് പറയുന്നത് പ്രണയവിവാഹം തന്നെയായിരുന്നു. അല്പസ്വല്പം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ളൊരു വിവാഹം തന്നെയായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ ആദ്യം സമ്മതിക്കാതിരിക്കുകയും അല്പസ്വല്പം പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടി വരികയും പിന്നീട് അത് സമ്മതത്തിൽ എത്തുകയൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു വിവാഹമായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ട്, അതായത് പ്രധാനമായും ജോലി സംബന്ധമായിട്ട് 10-ൻ്റെ അധിപൻ ചന്ദ്രൻ ശനിയുടെ ക്ഷേത്രത്തിൽ മകരത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ 10-ൽ ഗുളികൻ. ഇത് രണ്ടും നന്നല്ല. അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നുമുണ്ട്. അതായത് അദ്ദേഹം മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എവിടെയാണോ അദ്ദേഹം ജോലി ചെയ്യുന്നത്, ആ ജോലി സ്ഥലത്ത് നിന്ന് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കാരണത്താലോ അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെയുള്ള കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ അവിടെ നിന്നും മാറ്റപ്പെടേണ്ടതായോ അല്ലെങ്കിൽ മാറപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്നിലധികം തവണ നേരിട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അത് ഈ 10-ലൊക്കെ ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാലുള്ള ഒരു ഫലം കൂടിയാണത്. കുറേ പേർക്ക്, ഞാൻ തന്നെ കൺസൾട്ട് ചെയ്തിട്ടുള്ള കുറേ പേർക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് കണ്ടുവരുന്നുണ്ട്. 10-ലെ ഗുളികൻ അത്ര നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രഹസ്ഥിതി അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത്, പിതാവിൻ്റെ സ്ഥാനത്താണ് രാഹു ഉള്ളത്. ഒരു 37-38 വയസ്സിലൊക്കെ അദ്ദേഹത്തിന് പിതാവിനെ നഷ്ടപ്പെടുന്നൊരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന 9-ലെ രാഹു അല്ലെങ്കിൽ 9-ലെ കേതു അല്ലെങ്കിൽ 9-ലെ ഗുളികൻ എന്നൊക്കെ പറയുന്നത് അത്ര നല്ല പൊസിഷൻസ് അല്ല ഗ്രഹസ്ഥിതി വെച്ച് നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രധാന നെഗറ്റീവിനെ ഇദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന് 2 കുട്ടികളാണ്. ഒരു കുട്ടി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്താനം എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ കുട്ടിയെ വെച്ച് നോക്കുന്ന സമയത്ത് ഒട്ടും ഹെൽത്തി അല്ലാത്ത, ജനറ്റിക് ഇഷ്യൂസൊക്കെ ഉള്ള, ഒട്ടും ഹെൽത്തി അല്ലാത്ത, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇദ്ദേഹത്തിന് രണ്ടാമത് ഉണ്ടായിട്ടുള്ളത്. അതിനൊരു കാരണവുമുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവം, 1, 2, 3, 4, 5, 5-ാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് ലഗ്നത്തിൽ ഉച്ചത്തിലാണ്. ഏറ്റവും നല്ലത്. ഒരു കുട്ടി വളരെ ഇൻ്റലിജൻ്റ് ആണ്, വളരെ ബ്രില്യൻ്റ് ആണ്, മിടുക്കനാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിലേക്ക് മേൽപ്പറഞ്ഞ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് 6, 7, 9, 12 ഭാവങ്ങളിലേക്കാണ് രാഹു ഏതൊരു ജാതകത്തിലും ഏതൊരു ഗ്രഹനിലയിലും ദൃഷ്ടി ചെയ്യുന്നത്. നിൽക്കുന്ന രാശിയുടെ 6, 7, 9, 12 ഭാവങ്ങളിലേക്ക്. ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവത്തിലേക്ക്, അതായത് സന്താന സ്ഥാനത്തേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. അതും മേൽ പറഞ്ഞ ഈ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നിരന്തരം ആശുപത്രികളിൽ കയറി ഇറങ്ങുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ചെലവുകളും അതുപോലെ തന്നെ മാനസിക വിഷമങ്ങളും ഒക്കെ നേരിടുന്നുണ്ട് അദ്ദേഹം. ഈ ജാതകം അത് ഡിമാൻഡ് ചെയ്യുന്ന, ഈ ഗ്രഹനില അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. വളരെ സത്യസന്ധനായിട്ടുള്ള, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, എന്തൊരു സഹായം ആര് വിളിച്ച് ചോദിച്ചാലും അത് എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന മനസ്സിനുടമ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. 5-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയാണ് ഗുരുവിനോടൊപ്പം ലഗ്നത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇത്തരം ചിന്താശേഷിയും ഇത്തരം മാനസിക നിലവാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇത് വെച്ച് സത്യവുമാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത്, അതായത് ചന്ദ്രദശയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. 82 തൊട്ട് 89 വരെ ചന്ദ്രദശ, അതിനുശേഷം 96 വരെ ചൊവ്വ കുജദശ, അതിനുശേഷം 18 കൊല്ലം രാഹു 2014 വരെ, അതിനുശേഷം 16 കൊല്ലം വ്യാഴദശ. വ്യാഴദശയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സഞ്ചാരം.
അതിനുശേഷം ശനിദശ 2049 വരെ, ശേഷം 2066 വരെ ബുധദശ, അതിനുശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോഴും ഇദ്ദേഹത്തിന് ഗുരുവിൽ രവിയുടെ അപഹാരമാണ്. അതായത് ലഗ്നത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെയും 2-ൽ ശത്രുക്കളോടൊപ്പം നിൽക്കുന്ന സൂര്യൻ്റെയും അപഹാരമാണ് ഇപ്പോഴും ഇദ്ദേഹത്തിന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും ഇദ്ദേഹം സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്ന് എന്നുള്ള ക്രമത്തിലായാലും ഒക്കെ ഇദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഗുരുദശ തീരുന്നതിന് മുൻപിട്ടായിട്ട്, അതായത് 2030 ആ ഒരു കാലാവധിക്ക് മുൻപിട്ടായിട്ടൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടങ്ങളിലേക്കുള്ള എത്തപ്പെടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ലഗ്നത്തിൽ ഗുരു, ശനി, ലഗ്നത്തിൽ തന്നെ ഈ 2 പ്രബല ഗ്രഹങ്ങളും നിൽക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റേതായിട്ടുള്ളതും ശനിൻ്റേതായിട്ടുള്ളതും എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇനിയും തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10ലൊക്കെ ഗുളികൻ നിൽക്കുന്ന ആളുകൾക്ക് ഒന്നിലധികം തൊഴിലുകൾ, അത് ഇഷ്ടപ്പെട്ടതോ മനസ്സിനിണങ്ങിയതോ അല്ലാത്തതോ ആയിട്ടുള്ള തൊഴിലുകളൊക്കെ സാഹചര്യവശാൽ ചെയ്യേണ്ടതായിട്ടൊക്കെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. ഇതും അതങ്ങനെ തന്നെയാണ്. ഇതാണ് പ്രധാനമായും ഈ ഒരു ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. കൺസൾട്ടിങ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.